എല്ലാവർക്കും നമസ്കാരം. ഡാറ്റ ജേർണലിസം ഞാൻ ഏകദേശം 2019 മുതൽ ഡാറ്റ ജേർണലിസവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഡാറ്റ വിഷ്വലൈസേഷനുമായി ബന്ധപ്പെട്ടോ ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്നെ സ്വയം പരിചയപ്പെടുത്തിയാൽ ഞാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ നിലവിൽ PhD ചെയ്യുന്നു ജേർണലിസത്തിൽ. ഡാറ്റ വിഷ്വലൈസേഷൻ എന്നുള്ള ഒരു ഭാഗത്താണ് PhD ചെയ്യുന്നത്. ആദ്യമായി തന്നെ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് അവർ ഈ ഡാറ്റ ജേർണലിസം എന്നുള്ളൊരു വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രസക്തിയുണ്ട്. കാരണം ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിറ്റിക്ക് ഡാറ്റ ജേർണലിസത്തിൽ ഏറെ ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഞാനിവിടെ ശ്രമിക്കുന്നത് ഡാറ്റ ജേർണലിസത്തിൽ ഇന്ത്യയിലെ നിലവിലെ അവസ്ഥ എന്താണ് ഡാറ്റ ജേർണലിസം, അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ എന്താണ് ഡാറ്റ ജേർണലിസം, അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്താണ്, അതിനുശേഷം കേരളത്തിൽ ഡാറ്റ ജേർണലിസത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ്. കേരളത്തിലെ ഡാറ്റ ജേർണലിസത്തിനെ പറ്റി കൂടുതൽ പറയാൻ മാനുവൽ സാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ വിശദമായിട്ടുള്ളൊരു ചർച്ചയിലേക്ക് ഇവിടെ പോകുന്നില്ല. ആദ്യമായി തന്നെ എന്താണ് ഡാറ്റ ജേർണലിസം എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ ഏറ്റവും അധികം ടെക്സ്റ്റ് ബുക്കുകളിൽ ജേർണലിസം ടെക്സ്റ്റ് ബുക്കുകളിൽ കണ്ടുവരുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ജേർണലിസം ഡൺ വിത്ത് ഡാറ്റ ഉപയോഗിച്ചുള്ള ജേർണലിസം എന്നുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ്. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും അധികം നമ്പേഴ്സ് നമ്മുടെ മലയാളം ന്യൂസ് മീഡിയയിൽ കാണുന്നത് ഒരുപക്ഷെ ഇലക്ഷൻ്റെ സമയത്തായിരിക്കും. ഇലക്ഷൻ്റെ സമയത്ത് ഒരുപാട് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, വിജയപരാജയങ്ങളുടെ കണക്കുകളുണ്ടായിരിക്കും, ഇൻഫോഗ്രാഫിക്സ് ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. ഒരുപക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കണക്കുകൾ കാണുന്നത് ബഡ്ജറ്റ് സമയത്തും പിന്നൊന്ന് നമ്മുടെ SLC റിസൾട്ട് വരുന്ന ദിവസം അതിൻ്റെ പിറ്റേ ദിവസമാണ്. കഴിഞ്ഞ SLC റിസൾട്ട് വന്നൊരു ദിവസം എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം മാതൃഭൂമിയിൽ വർക്ക് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ പണിയാണ് ഈ കാണുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇതിനെ ഡാറ്റ ജേർണലിസം എന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. അപ്പോൾ ഞാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ PG സ്റ്റുഡൻസിന് ഡാറ്റ ജേർണലിസം കോഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എന്താണ് ഡാറ്റ ജേർണലിസം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് നല്ലൊരു എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. നേരത്തെ പറഞ്ഞ ഈ ഒരു ഡെഫിനിഷൻ വെച്ചിട്ടാണെങ്കിൽ ഒരുപക്ഷെ ഇതിനെയും നമ്മൾ ഡാറ്റ ജേർണലിസമായി കണക്കാക്കേണ്ടി വരും. കാരണം ഇതിൽ അണ്ടർലൈയിങ് ആയിട്ടുള്ളൊരു ഡാറ്റയുണ്ട്. ഇനി മറ്റ് ചില ഡെഫിനിഷൻസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഫിലിപ്പ് മെയറാണ്. ഫിലിപ്പ് മെയർ ഡാറ്റ ജേർണലിസത്തിൻ്റെ മുൻഗാമി എന്ന് പൊതുവെ വിശേഷിപ്പിക്കാറുള്ള പ്രിസിഷൻ ജേർണലിസത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഫിലിപ്പ് മെയർ. അദ്ദേഹം ഒരു ജേർണലിസ്റ്റായിരുന്നു. അദ്ദേഹം പറയുന്നത് യൂസിങ് ന്യൂമറിക്കൽ ഡാറ്റ ടു സപ്പോർട്ട് വാട്ട് വുഡ് അതർവൈസ് എ വീക്ക് ന്യൂസ് സ്റ്റോറി. ഫിലിപ്പ് മെയറുടെ അഭിപ്രായത്തിൽ ഡാറ്റ ജേർണലിസം നടക്കണമെങ്കിൽ ഒരു വീക്ക് ന്യൂസ് സ്റ്റോറി ഉണ്ടായിരിക്കണം. ആ വീക്ക് ന്യൂസ് സ്റ്റോറിയുടെ പുറത്തേക്ക് നമ്മൾ ഡാറ്റ ഉപയോഗിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എങ്കിൽ അതിനെ ഡാറ്റ ജേർണലിസം വിളിക്കുക എന്നാണ് ഫിലിപ്പ് മെയറുടെ ഒരു അഭിപ്രായം. മറ്റൊന്ന് സ്റ്റീവ് ഡോയിഗാണ്. അദ്ദേഹം ഡാറ്റ ജേർണലിസം രംഗത്ത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് ടെക്നിക് ഓഫ് ടേണിങ് റോ ഡാറ്റ ഇൻ ടു ന്യൂസ് റോ ഡാറ്റയെ ന്യൂസാക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ് ഡാറ്റ ജേർണലിസം എന്ന് വിളിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു ഒരു വ്യത്യസ്തമായൊരു ഡെഫിനിഷൻ, ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. ഡാറ്റ ജേർണലിസം ആവണമെങ്കിൽ ജേർണലിസ്റ്റിൻ്റേതായിട്ടുള്ള കുറേ മാനദണ്ഡങ്ങളുണ്ട്. അതിന് പുറത്ത് അത് ഡാറ്റ ജേർണലിസം ആവണമെങ്കിൽ അവിടെ ഡാറ്റ അനാലിസിസ് നടക്കണം എന്നുള്ള ഒരാശയമാണ് റപ്പേലി എന്നുള്ള സ്കോളർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡാറ്റ ജേർണലിസം പൈപ്പ് ലൈൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ആ കാണുന്നത്. ആദ്യം ഡാറ്റ ഉണ്ടാകുന്നു, അതിനെ ഫിൽറ്റർ ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു, അതിനെ സ്റ്റോറിയാക്കി അവതരിപ്പിക്കുന്നു. ഇതാണ് ഡാറ്റ ജേർണലിസത്തിൻ്റെ ഒരു പൈപ്പ് ലൈനായിട്ട് പൊതുവെ അവതരിപ്പിക്കപ്പെടാറ്. കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഡാറ്റ ജേർണലിസത്തിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ അത് വെച്ചിട്ടുള്ളൊരു ഡെഫിനേഷനാണ് ഹൊവാർഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഗ്യാതറിങ്, ക്ലീനിങ്, ഓർഗനൈസിങ്, അനലൈസിങ്,
വിഷ്വലൈസിങ് ആൻഡ് പബ്ലിഷിംഗ് ഡാറ്റ ഇത്രയും പ്രോസസ്സിലൂടെ കടത്തിവിട്ടാൽ അതിനെ വേണമെങ്കിൽ നമുക്ക് ഡാറ്റ ജേർണലിസം എന്ന് വിളിക്കാമെന്നാണ് ഹൊവാർഡ് പറയുന്നത്. ഇത് ഇത്രയും ഡെഫിനിഷൻസ് ഉള്ള പലരും പല രീതിയിൽ കണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സത്യത്തിൽ ഡാറ്റ ജേർണലിസം എന്ന് പറയുന്നത്. നമ്മുടെ ന്യൂസ് ഓർഗനൈസേഷൻസ് ഒരു ഡാറ്റ ജേർണലിസം ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു നിമിഷത്തിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ഒരുപക്ഷെ ഏത് തരത്തിലുള്ള ഡാറ്റ ജേർണലിസം ചെയ്യണം എന്ന് തീരുമാനിക്കലായിരിക്കും. സ്വന്തമായിട്ടൊരു പൈപ്പ് ലൈൻ ഉണ്ടാക്കുക, സ്വന്തമായിട്ടൊരു പ്രോസസ്സ് ഉണ്ടാക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും മെച്ചപ്പെട്ട മാർഗം. കാരണം ഇത്രയും അടരുകളുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ശാഖയാണ് ഇത് എന്നുള്ളതുകൊണ്ട്. ഇത് കുറച്ച് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് ഡാറ്റ ജേർണലിസം സ്റ്റോറീസാണ്. ഇത് റോയിട്ടേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ്. ഗുർമാൻ ഭാട്ടിയ എന്നുള്ള ഇന്ത്യയിലെ ഒരു പ്രമുഖ ഡാറ്റ ജേർണലിസ്റ്റ്, അവരിപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡാറ്റ ജേർണലിസ്റ്റാണ്. അവരുടെ നേതൃത്വത്തിൽ അവരുടെ ഒരു ടീം വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റ സ്റ്റോറിയാണിത്. ഇന്ത്യയിലെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവലും അതിൻ്റെ കൺസംഷനൊക്കെ കണക്കാക്കിക്കൊണ്ടുള്ള ഒരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഡാറ്റ സ്റ്റോറി എന്ന് പറയും. താഴത്തേക്ക് പോകും, സ്ക്രോൾ ചെയ്യും. ഇതിൽ ഇത്തരത്തിലുള്ള വിഷ്വലൈസേഷൻസ് ഉണ്ട്. ഇന്ത്യയിലെ ഓരോ പഞ്ചായത്തുകളെയും ഓരോ മുനിസിപ്പാലിറ്റീനൊക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് അവർ പഠിച്ചിട്ടുണ്ട്. സോ ഇത് ഇന്ത്യയിലെ ഒരു മികച്ച ഡാറ്റ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഡാറ്റ ജേർണലിസം വർക്ക് എന്ന് നമുക്ക് കാണിക്കാവുന്ന ഒരു വർക്കാണ്. അടുത്ത ലിങ്കിലേക്ക് പോകും. ഇത് 2021 തമിഴ്നാട് സ്റ്റേറ്റ് ഇലക്ഷന് ശേഷം IIT ബോംബെയിലെ ഡിസൈൻ ലാബിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡാറ്റ സ്റ്റോറിയാണ്. വളരെ വിശദമായിട്ടുള്ള അനാലിസിസുകളുണ്ട്, വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള വിഷ്വലൈസേഷൻസ് ഉണ്ട്. ഇതിൽ അവിടെ നോട്ട എങ്ങനെയാണ് വോട്ടിങ്ങിനെ ബാധിച്ചത്, അതുപോലെ ഓരോ മണ്ഡലങ്ങളിലും എങ്ങനെയാണ് വോട്ട് സ്വിങ് ചെയ്തത് എന്നൊക്കെ പറയുന്ന വിശദമായിട്ടുള്ളൊരു അനാലിസിസാണ് സത്യത്തിൽ ഈ ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് ഡാറ്റ സ്റ്റോറി എന്ന് പറയുന്നത്. അടുത്ത ഒരുപക്ഷെ ആദ്യത്തെ 2 സ്റ്റോറി കഴിഞ്ഞപ്പോൾ നമ്മളെ അതിലേക്ക് വല്ലാതെ ആകർഷിച്ചത് ഒരുപക്ഷെ അതിലെ വിഷ്വലൈസേഷൻ്റെ ഒരു മനോഹാരിതയായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള രൂപമായിരിക്കാം. എന്നാൽ സത്യത്തിൽ ഇത്രയൊന്നും ആവശ്യമില്ല എന്നും, നമുക്ക് ജേർണലിസം ചെയ്യണമെങ്കിൽ അടിസ്ഥാനപരമായി മികച്ച ഡാറ്റയോ മികച്ച ഡാറ്റ അനാലിസിസോ ഉണ്ടായാൽ മതി. ചെറിയ രീതിയിലുള്ള വിഷ്വലൈസേഷൻസും കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ ഡാറ്റ ജേർണലിസം ചെയ്യാമെന്ന് തുടർച്ചയായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യ സ്പെൻഡ്. അവരുടെ ഒരു ഡാറ്റ സ്റ്റോറിയാണ് ഈ കാണുന്നത്. വളരെ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ വളരെ ഗ്രൗണ്ട് ലെവലിൽ ചെന്നിട്ട് ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ടിംഗ് നടത്തും. അതിന് പുറമെ ഡാറ്റ സോഴ്സ് കണ്ടെത്തിയിട്ട് ഡാറ്റ ഡൗൺലോഡ് ചെയ്യുന്നു. ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ആ ഡാറ്റ സ്റ്റോറിയുടെ കൂടെ വെക്കുന്നതോട് കൂടിയിട്ട് ഇത് മികച്ച വർക്കായി മാറുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ദ ഹിന്ദു ദിവസവും ആഴ്ചയിൽ 5 ദിവസം തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഡാറ്റ പോയിൻ്റ് എന്നുള്ള പേരിൽ ഒരു കോളം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ബേസിക്കലി ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ ഉണ്ടായിരിക്കും. അതിലെന്തെങ്കിലും ഒരു പ്രസക്തമായ വിഷയത്തിനെ പറ്റിയിട്ടുള്ള ഡാറ്റ വിഷ്വലൈസേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വർക്കാണ് അവർ ചെയ്യാറുള്ളത്. ഇത് കഴിഞ്ഞ ബാലസോറിലൊരു ട്രെയിൻ ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്തൊരു ഡാറ്റ സ്റ്റോറിയാണിത്. പക്ഷേ ഇത്രയും ഡാറ്റ സ്റ്റോറികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ പ്രാദേശിക ഭാഷകളിലേക്ക് വരുമ്പോൾ ഈ ഡാറ്റ സ്റ്റോറികളുടെ എണ്ണം പൊതുവെ ഇംഗ്ലീഷിലുള്ളതിനെ സംബന്ധിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവാണ്. അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഡാറ്റ ജേർണലിസം ഒരുപക്ഷെ ഇന്ത്യയിൽ നേരിടുന്ന ഒരുപാട് ചാലഞ്ചസുകളിൽ ഒന്നായിരിക്കും അത്. ഇന്ത്യയിലെ ഡാറ്റ ജേർണലിസം അതുപോലെ തന്നെ ന്യൂസ് റൂമിനകത്തും ന്യൂസ് റൂമിന് പുറത്തും പല രീതിയിലുള്ള ചാലഞ്ചസ് നേരിടുന്നുണ്ട്. അത്തരത്തിലുള്ള ചാലഞ്ചസാണ് ഇവിടെ അനലൈസ് ചെയ്തിരിക്കുന്നത്. ഇത് 2022 datajurnalism.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ജേർണലിസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിഷ്വലൈസേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ട്രെയിൻഡ് ജേർണലിസ്റ്റുകളുടെ അഭാവമാണ്. പ്രത്യേകിച്ചും ജേർണലിസം ഫീൽഡിലുള്ള ഒട്ടുമിക്ക ആളുകളും ഒരു ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും പൊതുവെ.
അവർക്ക് നമ്പേഴ്സോ ഡാറ്റയോ കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പക്ഷേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ മികച്ച രീതിയിൽ ഡാറ്റ അനാലിസിസ് ചെയ്യാനോ പ്രത്യേകിച്ച് ഒരു പരിശീലനം കിട്ടിയ ആളുകളായിരിക്കില്ല. ആ ഒരു പ്രശ്നമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫോർമൽ ഓഫ്ലൈൻ എഡ്യൂക്കേഷനിലൂടെ ഇന്ത്യയിൽ ഡാറ്റ ജേർണലിസം ട്രെയിൻ ചെയ്യപ്പെടുന്ന ജേർണലിസ്റ്റുകൾ UK-യിലെയും US-ലെയും അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇവിടെ UK-യും US-ഉം എടുക്കാൻ കാരണം ഈ സർവേയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ റെസ്പോണ്ട് ചെയ്തത് UK-ന്നും USA നിന്നാണ്. മൂന്നാമത്തെ ആയിട്ടാണ് ഇന്ത്യയിൽ നിന്ന് റെസ്പോണ്ട് ചെയ്തത്. ആൻഡ് അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഡാറ്റ ജേർണലിസം പരിശീലിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം കാണാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നോക്കേണ്ടത് ന്യൂസ് റൂമിനകത്ത് നിന്നുള്ളൊരു സപ്പോർട്ടും ഇവിടെ വലിയ രീതിയിൽ കുറവാണ്. അതിനാൽ തന്നെ നമ്മളൊരു ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ന്യൂസ് ഫേമിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ഡാറ്റ ജേർണലിസം പരിശീലിക്കാനോ അല്ലെങ്കിൽ അവിടെ അതിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത പൊതുവെ ഇന്ത്യയിൽ കുറവാണെന്ന് ഈ ഡാറ്റ കാണിക്കുന്നു. അതുപോലെ കോഡിംഗ് പലപ്പോഴും ഡാറ്റ ജേർണലിസ്റ്റിന് അത്യാവശ്യമായി വരുന്നൊരു കാര്യമാണ്. ഒന്ന് വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് ഡാറ്റ അനലൈസ് ചെയ്യാനൊക്കെ കോഡിംഗ് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളുണ്ട്. പൊതുവെ ഇന്ത്യയിലെ ജേർണലിസ്റ്റുകൾ കോഡിങ്ങിലും കുറച്ച് വീക്കായി നിൽക്കുന്നു എന്ന് കാണിക്കുന്ന ഡാറ്റയാണ് ഇത്. അതുപോലെ തന്നെ ഒരു മെച്ചപ്പെട്ട രീതിയിൽ ഡാറ്റ ജേർണലിസം ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ ദ ഹിന്ദുയുടെ കാര്യം പറഞ്ഞു, ഇന്ത്യ സ്പെൻഡിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെയൊക്കെ തന്നെ ഡാറ്റ ജേർണലിസം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസും വിഷ്വലൈസേഷനും ചെയ്ത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ടീം തന്നെ ഉണ്ട്. എന്നാൽ അത്തരത്തിലുള്ള പ്രത്യേകം ടീമുകളില്ലാത്ത ഒരുപാട് ഡാറ്റ ജേർണലിസ്റ്റുകൾ, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന ഡാറ്റ ജേർണലിസ്റ്റുകൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ന്യൂസ് റൂമുകളിലുണ്ട്. ഇവർ വലിയ ചാലഞ്ചാണ് നേരിടുന്നത്. കാരണം ഒറ്റയ്ക്ക് ഒരു ഡാറ്റ ജേർണലിസം സ്റ്റോറി പുറത്തിറക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഗവൺമെൻറ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ഡാറ്റയിലുള്ള ഓവർ ഡിപ്പെൻഡൻസ് ആണ്. പലപ്പോഴും ഗവൺമെൻറ്റിൽ നിന്നുള്ള ഡാറ്റ എടുത്തിട്ടാണ് വിഷ്വലൈസ് ചെയ്ത് ഒരു സ്റ്റോറിയാക്കി അവതരിപ്പിക്കുന്നത്. അതേസമയം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് RTA വഴി അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ വഴി ഡാറ്റ കളക്ട് ചെയ്യാനും അതൊരു ന്യൂസ് എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിക്കാനും ഇന്ത്യയിലെ ഡാറ്റ ജേർണലിസ്റ്റുകൾ പലപ്പോഴും മുതിരുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു ഡാറ്റയാണിത്. അതിനുശേഷം ഓപ്പൺ ആക്സസ് ഡാറ്റ ഉപയോഗിക്കുന്നതിലും ഇന്ത്യയിലെ ജേർണലിസ്റ്റുകൾ കുറച്ച് പിന്നിൽ നിൽക്കുന്നുണ്ട്. ഡാറ്റ സ്ക്രൈപ്പിങ്ങിനും അതുവഴി ഉള്ള ഡാറ്റ സ്റ്റോറീസ് അവതരിപ്പിക്കുന്നതിലും പിന്നിൽ നിൽക്കുന്നു. സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് സർവേ ഉപയോഗിച്ചുള്ള ഡാറ്റ കളക്ഷനിലും അവർ പിന്നിൽ നിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെയുള്ളത് കൊളാബറേഷൻസ് ആണ്. പലതരത്തിലുള്ള കൊളാബറേഷൻസ് ഡാറ്റ ജേർണലിസ്റ്റിൽ ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് വിക്കിലീക്സ് വന്ന സമയത്ത്, വിക്കിലീക്സും അതിനുശേഷം പനാമ പേപ്പറും വന്ന സമയത്ത് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുള്ള ഓർഗനൈസേഷൻ, വാഷിങ്ടൺ പോസ്റ്റ് പോലെയുള്ള ഓർഗനൈസേഷനുമായിട്ട് ജോയിൻ ചെയ്തിട്ടൊക്കെ വിക്കിലീക്സുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലേക്കുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ചെയ്യുന്നതിൽ വളരെ മുന്നിട്ട് നിന്നിരുന്നു. ഒരുപക്ഷെ കൊളാബറേഷന് മികച്ച എക്സാമ്പിളായിട്ടാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള കൊളാബറേഷൻസ് പലപ്പോഴും നടക്കാത്തതൊരു പ്രശ്നമാണ്. ഇനി കേരളത്തിൻ്റെ, ഇതിപ്പോൾ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ചലഞ്ചസാണ്, ആ ചലഞ്ചസൊക്കെ നമുക്കുണ്ട്. ഇനി കേരളത്തിലേക്ക് വന്നാൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ കുറവാണ് എന്നുള്ളതാണ്. ഇനി ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ തന്നെ അത് ആക്സസ് ചെയ്യാൻ പ്രശ്നമുള്ള രീതിയിലാണ് കിടക്കുന്നത്. ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തെരുവുനായ ശല്യം രൂക്ഷമായിരുന്ന ഒരു സമയത്ത്, കേരളത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായിരുന്ന സമയത്ത് ആ ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ ഓരോ പഞ്ചായത്തിനും തെരുവുനായ്ക്കളെ വന്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത തുക നീക്കി വെച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഈ തുക എങ്ങനെ വിനിയോഗിച്ചു എന്നറിയാൻ വേണ്ടി 2021 നിയമസഭയിൽ ഒരു MLA ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരം വിശദമായിട്ടുള്ളൊരു PDF ഫയലായിട്ട് നമ്മുടെ നിയമസഭാ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ PDF ഫയലിൻ്റെ ഒരു പ്രശ്നം, അതിൽ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റ കുറച്ചുണ്ട്, ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പേജസ് ഉണ്ട്. അത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ടേബിളാക്കി മാറ്റിയെടുക്കാം. പക്ഷേ അതേസമയം തന്നെ ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ പേജസും ഉണ്ട്. ഇതിനെ മാറ്റിയെടുക്കാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഇത്തരത്തിലുള്ള ഒഫീഷ്യൽ ഡാറ്റ പലപ്പോഴും ഇങ്ങനെയാണ് കിടക്കുന്നത്. അതൊരു വലിയ ചാലഞ്ചായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. മറ്റൊന്ന് ഇൻസഫിഷ്യൻ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഡാറ്റയാണ്. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് പലപ്പോഴും അവൈലബിൾ ആയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ചില ഗവൺമെൻറ് വെബ്സൈറ്റുകൾ എടുത്ത് നോക്കിയാൽ അതിൽ 2020 2021 ഡാറ്റ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. നമുക്കൊരു മെച്ചപ്പെട്ട ജേർണലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഏറ്റവും പുത്തൻ ഡാറ്റ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത് പക്ഷേ
ഇവിടെ പലപ്പോഴും അവൈലബിൾ അല്ല. മറ്റൊന്ന് ഇൻകൺസിസ്റ്റൻ്റ് ഡാറ്റയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കേരളത്തിൽ നടക്കുന്ന ആക്സിഡൻറ്റുകളിലെ അത് ഏതൊക്കെ വാഹനങ്ങൾ മൂലമാണ് ആക്സിഡൻറ്റുകൾ നടക്കുന്നത് എന്ന് സംബന്ധിച്ച് കേരള പോലീസിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്തൊരു PDF രൂപത്തിൽ കുറേ ഡാറ്റയുണ്ട്. 2016 മുതലുള്ള ഡാറ്റ അവൈലബിൾ ആണ്. ഈ ഏത് വാഹനം മൂലമാണ് ആക്സിഡൻ്റ് ഉണ്ടായത് എന്ന് പറയപ്പെടുന്ന ഒരു 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 ഡാറ്റ, ആ ഡാറ്റ സെറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 2016-ലും 2017-ലും 10 കാറ്റഗറി ഓഫ് വെഹിക്കിൾസാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ 2017-ന് ശേഷം 2018 മുതൽ പുതിയ ഒരുപാട് കാറ്റഗറീസ് ഓഫ് വെഹിക്കിൾസ് വരുന്നു. ചിലതിൽ ട്രക്കുകളുണ്ട്, ചിലതിൽ ട്രക്കുകളില്ല. ഇത്തരത്തിലുള്ള വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് പലപ്പോഴും നമുക്ക് കിട്ടാനുള്ളത്. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് പ്രോസസ് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്ത് ഡാറ്റ ജേർണലിസം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ഗവൺമെൻറ്റൽ ഡാറ്റയുണ്ട്. മറ്റൊന്ന്, ആളുകളിലേക്ക് ഇതെങ്ങനെ എത്തിക്കണമെന്ന് അറിയാത്തൊരു പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ ചില വിഷ്വലൈസേഷൻസ് കാണിച്ചിരുന്നു. ഇത് കണ്ടാൽ ആളുകൾക്ക് മനസ്സിലാവുമോ? ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ പത്രം വായിക്കുന്ന ആൾക്കാർ. അവർക്ക് മനസ്സിലാവുമോ അവരുടെ സോഫിസ്റ്റിക്കേഷൻ എത്രത്തോളമാണ് എന്നുള്ളൊരു വിശദമായിട്ടുള്ള ചോദ്യം ചില സ്കോളേഴ്സ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊന്ന്, അനാലിസിസ് ചെയ്യാതെ വളരെ പെരിഫറലായിട്ടുള്ള ഡാറ്റ ജേർണൽസാണ് പലപ്പോഴും നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം തന്നെ വർഷാവർഷം ഒരു റിപ്പോർട്ട് പുറത്തിറക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ മുൻപേജുകളിൽ ഒരു സമ്മറി ഉണ്ടായിരിക്കും. ഈ സമ്മറിയാണ് പലപ്പോഴും നമ്മുടെ പത്രത്താളുകളിൽ വാർത്തയായിട്ട് വരാറുള്ളത്. ഇതൊരു പ്രശ്നമാണ്. വിശദമായിട്ടുള്ള അനാലിസിസുകളില്ലാതെ മെച്ചപ്പെട്ട ഡാറ്റ ജേർണലിസം നടത്താൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഇവിടെയുണ്ട്. ഇനി ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് PG സ്റ്റുഡൻസിന് ഡാറ്റ ജേർണലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. നമ്മൾ ക്ലാസ് റൂമിനകത്തും ഒരുപാട് ചാലഞ്ചസ് നേരിടുന്നുണ്ട്. അതിലൊന്ന് നമുക്ക് സമയത്തിൻ്റെ അഭാവമാണ്. മറ്റൊന്ന്, കുട്ടികൾക്കിടയിൽ, നമ്മുടെ സ്റ്റുഡൻസിനിടയിൽ കമ്പ്യൂട്ടർ സ്കില്ല് വളരെ കുറഞ്ഞിട്ടുള്ള കുട്ടികളാണ് പലപ്പോഴും ഡാറ്റ ജേർണലിസം അറ്റൻഡ് ചെയ്യാറ്. ഇവർക്ക് ആദ്യം ഒരുപക്ഷെ പല സോഫ്റ്റ്വെയറും ബേസിക്കായിട്ട് കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം വേണം ഒരുപക്ഷെ ഡാറ്റ ജേർണലിസ്റ്റിൻ്റെ പാഠങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇതും ഒരു പ്രശ്നമാണ്. മറ്റൊന്ന്, നമ്പേഴ്സിനോടും സ്റ്റാറ്റിസ്റ്റിക്സിനോടുമൊക്കെയുള്ള ഒരുതരം വിമുഖതയുണ്ട് ജേർണലിസം സ്റ്റുഡൻസിൻ്റെ ഇടയിൽ. ഇനി കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേരളത്തിൽ. ഒരുപക്ഷെ മെച്ചപ്പെട്ട രീതിയിൽ ഡാറ്റ ജേർണലിസം വളർന്നു വരാനുള്ള വളക്കൂറുള്ളൊരു മണ്ണായിട്ട് എന്തുകൊണ്ട് കാണുന്നു എന്ന് വെച്ചാൽ, ഒന്ന്, ജേർണലിസ്റ്റുകൾക്കിടയിൽ ഡാറ്റയെ പറ്റിയിട്ടും ഡാറ്റ ജേർണലിസത്തിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ടുള്ള മെച്ചപ്പെട്ടൊരു അവെയർനെസ് ഉണ്ട്. എല്ലാവർക്കും ഇതിലേക്ക് കടന്നു വരണമെന്നും ഏതെങ്കിലും രീതിയിൽ ഡാറ്റ ജേർണലിസ്റ്റിൽ ഇൻവോൾവ് ആവണമെന്നുള്ള ഒരു അവബോധമുണ്ട്. അതുപോലെ തന്നെ എംപിരിക്കൽ ഡാറ്റ സ്റ്റോറിക്ക് കൊടുക്കുന്ന ഒരു ബലത്തിൻ്റെ കാര്യവും ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇവിടുത്തെ ജേർണലിസം സ്കൂളുകൾ, അത് PG ഡിപ്പാർട്ട്മെൻറ്റുകളായാലും UG ഡിപ്പാർട്ട്മെൻറ്റുകളിലായാലും, ഇപ്പോൾ കേരളത്തിലെ എല്ലാ സർവകലാശാലയും ഡാറ്റ ജേർണലിസം ഒരു എലക്റ്റീവ് സബ്ജക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞു. അതിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം എന്നുള്ളത് പിന്നീടുള്ളൊരു ചോദ്യമാണ്. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റ് പ്രൈവറ്റ് മീഡിയ സ്കൂളുകളിലും ഡാറ്റ ജേർണലിസം പാഠ്യവിഷയമായിട്ട് എടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ് ആൻഡ് ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റ് തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്. ഈ ഒരു സിലബസിലേക്ക് ഇത് വന്നതിൻ്റെ തുടർച്ചയായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇതും നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റൊന്നിവിടെ പരാമർശിക്കാനുള്ളത്, പ്രത്യേകിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റീനെ, OSM കമ്മ്യൂണിറ്റീനെ പറ്റി കൂടി പരാമർശിക്കാനുള്ളത്, OSM കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നത് ഒരുപക്ഷെ ക്രൗഡ് സോഴ്സിങ് ഓഫ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ സാധാരണക്കാർ കണ്ടെത്തുന്ന അറിവുകൾ, അതിനു വേണ്ടിയിട്ടാണ് ഈ കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഈ ഒരു ഡാറ്റ ജേർണലിസ്റ്റിന് സപ്പോർട്ടായി വരുമ്പോൾ അതിൻ്റെ പുതിയ മാനങ്ങൾ കൈവരുന്നുണ്ട്. ഡാറ്റ ജേർണലിസം കൂടുതൽ വളരാനുള്ള സാധ്യതകളാണ് ഇവിടെ വഴി തുറക്കുന്നത്. മറ്റൊന്ന്, എമർജിങ് ടെക്നോളജീസിൻ്റെ പുതിയ തരത്തിലുള്ള സോഫ്റ്റ്വെയർ ടൂൾസ് വരുന്നുണ്ട്. മറ്റൊന്ന്,
ഒരുപാട് പുതിയ ഡിജിറ്റൽ ന്യൂസ് ഔട്ട്ലെറ്റ്സ് കേരളത്തിൽ ഉദയം ചെയ്യുന്നുണ്ട്. ഇവർ പല രീതിയിൽ ഡാറ്റയെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും നിലയ്ക്ക് ഫ്യൂച്ചറിൽ ഒരു മെച്ചപ്പെട്ട എൻഡവറായിട്ട് വളരുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് കൊളാബറേഷൻസ് ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നോട്ട് ചെയ്യാനുള്ളത്, നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളിൽ ഒരുപാട് റിസർച്ച് തീസിസുകളും ഒരുപാട് PG തീസിസുകളിലും ഇതിലൊക്കെ വളരെ വലിയ ഡാറ്റ ശേഖരം തന്നെയാണ്. ഇതൊക്കെ ഒരു രീതിയിലും എത്താതെ, ഒരുപക്ഷെ സാധാരണക്കാരിലേക്ക് എത്താതെ, അതിൻ്റെ ഗുണഭോക്താക്കളിലേക്ക് എത്താതെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ഒരുപക്ഷെ ഡാറ്റ ജേർണലിസ്റ്റിന് ടാപ്പ് ചെയ്യാവുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഒരുപക്ഷെ ഇൻഡിവിജ്വൽ റിസർച്ചേഴ്സിനായിട്ടോ അല്ലെങ്കിൽ റിസർച്ച് കമ്മ്യൂണിറ്റീനായിട്ടോ ഒരു മെച്ചപ്പെട്ട കൊളാബറേഷന് ഉള്ള സാധ്യതകൾ ഡാറ്റ ജേർണലിസം കമ്മ്യൂണിറ്റി ആരായേണ്ട ഒരു ആവശ്യകത കൂടി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ ഒരു മെച്ചപ്പെട്ട ഡാറ്റ ജേർണലിസ്റ്റിന് ഒരു മെച്ചപ്പെട്ട വളക്കൂറുള്ളൊരു മണ്ണാണ്. അതിന് കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരേണ്ടതുണ്ട്. OSM കമ്മ്യൂണിറ്റി ഇതിന് കൈത്താങ്ങായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സെഷൻ സംഘടിപ്പിക്കുന്നതിലൂടെ അതിനൊരു പുതിയ ഊർജം കൈവരികയാണ് ഇവിടെ ചെയ്യുന്നത്. നന്ദി. എന്തെങ്കിലും ചോദ്യം